ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ തുടക്കപ്പെടുന്ന ശരത്താണല്ലേ. ശരത്ത് ഒരു പക്ഷേ ആനയുടെ കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. മാത്രമല്ല നല്ല രീതിയിൽ തന്നെ പഠിച്ച് അമ്മയുടെയും രേവതിയുടെ ആഗ്രഹം പോലെ തന്നെ നല്ല ജോലിയൊക്കെ ശരത്തിന് മേടിക്കാമായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ വിഭിന്നമായിക്കൊണ്ട് തന്നെ ശരത്ത് ആന്റണിയുടെ കൂട്ടുകൂടുകയും പലിശപ്പിരിവിനിറങ്ങുക മാത്രമല്ല ആളുകളെ തല്ലാനും കൂടെ തുടങ്ങുന്ന സമയത്താണ് ക്ലാസ് സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്താണ് സച്ചി ശരത്തിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി കോളേജിൽ പോയി ശരത്തിനെ കണ്ട് മാന്യമായ രീതിയിൽ സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിലും അവിടെ ശരത്ത് വന്നിട്ട് ഒരുപാട് നാളുകളായി എന്നും ശരത്തിന്റെ കൂട്ടുകാർ പറയുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ആലോചിച്ച് ക്ലാസ് സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ മഹേഷിനെ ശരത്ത് തല്ലുന്നത് കാണുന്നത്. ഈ ഒരു സമയത്ത് ശരത്തിനെ ഉപദ്രവിക്കണം എന്നൊന്നും തന്നെ സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ ശരത്തായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് സച്ചി ആക്രമിക്കുകയായിരുന്നില്ലേ. അതായത് ആനനെയും സച്ചി തല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് ഇനിയും എൻ്റെ ആനച്ചാരൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ഞാൻ നോക്കുകയില്ല എന്നൊക്കെ സച്ചിയെ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് സച്ചി ശരത്തിന്റെ കൈ ബാക്കിലേക്ക് തിരിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് ശരത്ത് അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടർ പറയുകയാണ് ശരത്തിനെ ആരെ ആക്രമിച്ചാണ്, ഒന്നില്ലെങ്കിൽ ശരത്ത് അടിപിടി കൂടിയത്, അതല്ലെന്നാണെങ്കിൽ ശരത്തിന് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചത്, ഇതിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കൈക്ക് ഇത്ര അപകടം പറ്റിയതെന്നൊക്കെ പറയുന്ന സമയത്താണ് സച്ചേട്ടനാണ് തന്നെ ആക്രമിച്ചതെന്നുള്ള കാര്യം ശരത്ത് തുറന്നു പറയുന്നത്. അത് മാത്രമല്ല സച്ചേട്ടൻ അന്ന് മദ്യപിച്ചിരുന്നുവെന്നും മഹേഷ് ചേട്ടന് വേണ്ടിയിട്ടാണ് എന്നെ തല്ലിയതുമെന്നൊക്കെ തന്നെ കള്ളങ്ങൾ ഓരോന്നായിട്ട് ശരത്ത് പറയുന്നില്ല. അതെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് രേവതിയും അമ്മയും എല്ലാം തന്നെ വളരെ മോശമായ രീതിയിൽ സച്ചിയോട് പെരുമാറുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ അതായത് ശരത്ത് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്നും മാത്രമല്ല സച്ചി നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നും എല്ലാവരും തിരിച്ചറിയുന്ന ഭാഗം, അതായത് നമ്മുടെ ശരത്തടക്കം ലക്ഷ്മിയും അങ്ങനെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. നിലവിൽ നമ്മുടെ രേവതിക്ക് അറിയാം സച്ചി നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ സച്ചി എന്തൊക്കെയോ കള്ളങ്ങളും മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ടെന്നറിയാം. അത് തന്നോട് പറയുന്നുമില്ല. ശരത്തിനെ സച്ചി ഇങ്ങനെ ഉപദ്രവിച്ചതിൽ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് രേവതിക്ക് അറിയാം. എന്നാൽ ഇതൊന്നും തന്നോട് തുറന്നു പറയാത്തത് കൊണ്ടാണ് രേവതിക്ക് അത്രയും ദേഷ്യം. എന്നാൽ ഇതിനിടയിലൊക്കെ തന്നെ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകളുണ്ട് കേട്ടോ. നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി ആന്റണിയെ പോയി കാണാനായിട്ട് ചെല്ലുകയും ഇനി സച്ചിയുടെ കുറുകെ നീ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചെരുപ്പ് നിന്റെ മുഖത്ത് വീഴുമെന്നൊക്കെ പറഞ്ഞ് ആന്റണിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടാണ്. അത് മാത്രമല്ല ചെറിയ ചെറിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആന്റണിയുടെ കൂടെ ചേർത്ത് ക്ലാസ്സുകളൊന്നും കയറാതെ തന്നെ ഉള്ള പലിശപ്പിരിവിന് മടിപിടിക്കൊക്കെ പോയി ഉള്ള ക്ലാസ് മുഴുവൻ കട്ടാവുകയാണ്. അതിനുശേഷം എക്സാമിന് ടൈം ആകുന്ന സമയത്താണ് ശരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എക്സാം എഴുതണമെങ്കിൽ അറ്റൻഡൻസ് വേണമല്ലേ. നമ്മുടെ ശരത്തിനാണെങ്കിൽ അത് ഒട്ടും ഇല്ല താനും. അങ്ങനെ നമ്മുടെ ശരത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ സച്ചി ഉണ്ടാവും. ഈ ഒരു സമയത്ത് രേവതിയോട് വന്നിട്ട് പറയാണ്, ചേച്ചി എനിക്ക് എക്സാം എഴുതാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേവു ആ സമയത്ത് ഉണ്ടാവട്ടെ. അപ്പൊ ദേവു ചോദിക്കുന്നതിന് എന്താ പറ്റി, ഒന്നുമില്ലാതെ എന്തായാലും പ്രിൻസിപ്പൾ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ദേവു, ഞാൻ ആരുമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ എന്നോട് എക്സാം എഴുതണ്ടായി എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ കാരണം നീ തുറന്ന് പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എനിക്കിങ്ങനെ അറ്റൻഡൻസ് കുറവാണ്, അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരത്ത് പറയുന്ന സമയത്ത് ദേവ് ഒരുപാട് തല്ലുണ്ട് ശരത്തിനെ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആൻ്റെ കൂട്ടുപിടിച്ച് പോകുന്നത് പറഞ്ഞല്ലേ, നീ എന്തിനു വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ കൂടെ കൂട്ടുപിടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുന്ന സമയത്ത് വേഗം രേവതി ദേവുവിനെ മാറ്റി വെച്ചിട്ട് പറയുന്നത് അവൻ ഒരുപാട് തല്ലല്ലേ, എന്തായാലും നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്തും ശരത്തിനെ പൊട്ടിക്കറിയാണ്ട് എനിക്കിനി എക്സാം എഴുതാൻ പറ്റില്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ നല്ലൊരു ജോലി നേടി സമ്പാദിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും സച്ചി ആദ്യമൊക്കെ പുച്ഛിച്ച് തള്ളുമെങ്കിലും പിന്നീട് ശരത്തിന്റെ കരച്ചിലും സങ്കടം കാണുമ്പോഴത്തേക്കും എന്തായാലും അവൻ അഭിനയിക്കുന്ന അവൻ എക്സാം എഴുതാത്തതിൽ നല്ല ദുഃഖമുണ്ടെന്നൊക്കെ സച്ചിക്ക് മനസ്സിലാവുന്നു. സച്ചി വേഗം അവിടെ എഴുന്നേറ്റിട്ട് ശരത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നീ എന്തായാലും സങ്കടപ്പെടുമൊന്നും വേണ്ട, നിനക്ക് എക്സാം എഴുതിയാൽ പോലെ അതിനുള്ള വഴി നമുക്ക് ഒപ്പിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിനെ ഒരു ദയനീയ അവസരത്തൊന്നും തന്നെ നോക്കുവാണ്ട് ശരത്ത്. അതിനുശേഷം നമ്മുടെ രേവതിയും സച്ചിയുടെ കൂടിയിട്ട് ശരത്തിന്റെ കോളേജിലേക്ക് ചെല്ലുകയും പ്രിൻസിപ്പലിനെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ശരത്തിന്റെ റിലേറ്റീവ്സ് ആണ് വന്നേക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും പരമാവധി ഒഴിഞ്ഞു മാറുകയാണ്. കാരണം അത്രയ്ക്ക് മോശമായ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ശരത്ത് ആ കോളേജിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജിന്റെ വിലയും നിലയും എല്ലാം തന്നെ ശരത്ത് കാരണം തകരുമെന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കോളേജിൽ എക്സാമിന് എഴുതിപ്പിക്കാത്തത് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയോടായിട്ട് തുറന്നു പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് സച്ചി എന്നാൽ നമ്മുടെ സച്ചി രേവതിയും കൂടി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെ പോയി കാണുകയും ചെറിയ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ആ തന്ത്രങ്ങൾ എന്താണെന്നുള്ള വീഡിയോ ഞാൻ പറയാം കേട്ടോ. അത് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സച്ചി വെള്ളം അടിച്ചിട്ട് പ്രിൻസിപ്പലിന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നതുമായിട്ടൊക്കെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം മറ്റൊരു വീഡിയോയിലാക്കി. ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ടൈം ഒരുപാടാവും. അതുകൊണ്ട് തന്നെ ചുരുക്കി പറയാം, നമ്മുടെ സച്ചി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി സച്ചിയുടെ കൂടെ ആക്ടിങ്ങിനായിട്ട് കൂടുന്നുണ്ട്. അവസാനം നമ്മുടെ ശരത്തിനെ എക്സാം എഴുതിപ്പിക്കാമെന്ന് പ്രിൻസിപ്പൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ, അതായത് മദ്യപിച്ച് വന്നു എന്നുള്ള പേരിൽ നമ്മുടെ സച്ചി ജയിലിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത് രേവതിയൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശരത്തിന് എക്സാം എഴുതാമെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ശരത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. സച്ചിയെ കാണുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് സച്ചിയുടെ കാലിൽ വീഴുകയും ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചിയാണെങ്കിൽ
ശരത്തിനെ ചേർത്ത് എടുത്തിട്ട് പറയുന്നത്, നീ എന്നെ ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല, നീ തെറ്റിലേക്ക് പോയ സമയത്ത് നിന്നെ നല്ല വഴിക്ക് നയിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ പറയാം കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു പ്രശ്നം ആ ഒരു സമയത്തും പറയുന്നില്ല കേട്ടോ. ഇരുവരും അത് മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ശരത്ത് ക്ഷമ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.